വെൽക്കം ടു ബിൽ സ്മാർട്ട് ചാനൽ. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ട്രേഡ് ചെയ്ത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്താം. വലിയ വലിയ യൂട്യൂബേഴ്സ് പറയുന്ന വലിയ വലിയ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ വലിയ വലിയ സ്ട്രാറ്റജിക്കൽ മെത്തേഡോ ഒന്നും ചിലപ്പോൾ ഈ ചാനലിൽ ഉണ്ടാവില്ല. നമുക്ക് ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്യാം, ചെറിയ ഇൻകം ജനറേറ്റ് ചെയ്യാം. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. അതുമാത്രമല്ല, പോർട്ട്ഫോളിയോയിൽ വലിയ വലിയ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു റേഞ്ചൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരു 1000 രൂപ, ചിലപ്പോൾ ഒരു 500 രൂപ, ചിലപ്പോൾ ഒരു 2000 രൂപ, ഇങ്ങനെ ഒരു റേഞ്ചുള്ള പ്രോഫിറ്റുകളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുകയുള്ളൂ. 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രേഡറാണ് ഞാൻ. ഈ 4 വർഷം കൊണ്ട് ഒരുപാട് ലോസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 4 വർഷം ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഈ ചാനൽ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ വലിയ വലിയ ലോസുകൾ ഇല്ലാത്തതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ പ്രോഫിറ്റുകളാണെന്ന് എൻ്റെ ഈ 4 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഞാൻ എൻ്റെ ഈ എക്സ്പീരിയൻസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ഒരു മൈൻഡ് പവറും ഒരു ക്ഷമയും എല്ലാം ഈ ട്രേഡിങ്ങിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് വരുന്ന വീഡിയോകളിലും എല്ലാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ബാക്കി നമുക്ക് ട്രേഡിങ്ങിലേക്ക് കിടക്കാം. വലിയ വലിയ മൂവ്മെൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്, നല്ല ഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തേ പുട്ട് ഓപ്ഷൻ എന്തേ ഹോൾഡ് ചെയ്യാത്തതുണ്ട്. അത് എടുക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ക്ഷമപരമായിട്ടും ഞാൻ അങ്ങനെ ഒരു വലിയൊരു ഇപ്പോൾ ഏതൊരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടാലോ അല്ലെങ്കിൽ ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ കണ്ടാലോ ഒന്നും ഞാൻ ചാടി കയറി ട്രേഡ് എടുക്കാറില്ല. അത് നമുക്കൊരു നല്ലൊരു കൺഫർമേഷൻ കിട്ടണ വരെ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട് മാക്സിമം. അങ്ങനെ ക്ഷമയായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്തെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും വിജയകരമായിട്ട് നേടാൻ കഴിയൂ എന്ന് ഞാൻ പഠിച്ച ഒരു കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. ഇത്രയും ഒരു ഡൗൺ ഡയറക്ഷൻ വന്നിട്ട് പോലും ഞാൻ ബാങ്ക് നിഫ്റ്റിയിലോ നിഫ്റ്റി 50 ഒരു ട്രേഡ് എടുത്തിട്ടില്ല. കാരണം എനിക്കൊരു കൺഫർമേഷനായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളത്. ഞാൻ മാക്സിമം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാറാണ് പതിവ്. ഞാനിതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പറയാം. 1 CPR, 2 സൂപ്പർ ട്രെൻഡ്, 3 200 EMA. ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് അറിയാൻ പറ്റും. ഒരു ക്യാൻഡിൽ പോയി കഴിഞ്ഞാൽ എവിടെ വരെ പോകും, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോയി കഴിഞ്ഞാൽ എവിടെ വരെ പോകും എന്നെല്ലാം എൻ്റെ ഈ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിക്കും. പിന്നെ റെസിസ്റ്റൻ്റ് എല്ലാം ഞാൻ തന്നെ മാർക്ക് ചെയ്യാറാണ് പതിവ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ റെഡ് ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്തേക്കുന്ന എൻ്റെ ഒരു പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെയാണ്. എപ്പോഴും അതൊരു 80% ശരിയാവാറാണ് ചാൻസ്. ഞാൻ ഒരു പരിധി വരെ ഞാൻ ചിലപ്പോൾ വളരെ കുറച്ച് ട്രേഡ് എടുക്കാറുള്ളൂ. ചിലപ്പോൾ ഒരാഴ്ചയിൽ 1-2 ട്രേഡൊക്കെ എടുക്കാറുള്ളൂ. അത് എടുത്താൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. ലോസ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ഞാൻ അഗ്രസീവായിട്ടുള്ള ട്രേഡെല്ലാം മാക്സിമം ഒഴിവാക്കാറുണ്ട്. പിന്നെ ഒട്ടും ഉറപ്പില്ലാത്ത ട്രേഡുകളൊക്കെ ഞാൻ എടുക്കാറ് കുറവാണ്. അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ലോസ് മാക്സിമം ഒഴിവാക്കി ചെറിയ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യാറ്. ഇന്ന് ഞാനൊരു ചെറിയ ട്രേഡ് എടുത്തു. ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് എടുത്തത്. അത് ചെറിയൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് എടുത്തത്. പക്ഷേ HDFC ബാങ്ക് സപ്പോർട്ടിനുള്ളതിൻ്റെ പേരിൽ ഞാൻ ആ ഒരു ട്രേഡ് അവിടെ എടുത്തു. എനിക്കറിയാമായിരുന്നു എനിക്കൊരു 10 പോയിൻ്റെങ്കിലും മിനിമം കിട്ടുമെന്ന്. ഞാനൊരു 100-120 ക്വാണ്ടിറ്റി എടുത്തത്. ഞാൻ അത്രയൊക്കെ എടുക്കാറുള്ളൂ. ഞാൻ എപ്പോഴും ഒരു 1 ലക്ഷം രൂപ ക്യാപിറ്റലേ കീപ്പ് ചെയ്യാറുള്ളൂ. ഞാനൊരു 120 ക്വാണ്ടിറ്റിയാണ് എനിക്ക് കിട്ടിയത്. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ പ്രീമിയം കുറച്ച് ഹൈയിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ അധികം കിട്ടൂല ആ ചെറിയ ക്യാപിറ്റലിൽ. കാരണം ഒരു 1020 പ്രോഫിറ്റാണ് കിട്ടിയത്. പക്ഷേ ഞാൻ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ് ലോങ് ടൈമിലേക്ക്. അതൊരു 193 ലോസിലുള്ളതിൻ്റെ പേരിൽ ആ ഒരു ലോസ് നമ്മുടെ മറ്റേ പ്രോഫിറ്റിൽ കുറയും. അതാണ് ആ 929 പ്രോഫിറ്റ് കാണിച്ചേക്കുന്നത്. അതാണ് എൻ്റെ പൊസിഷൻ P&L എൻ്റെ പ്രോഫിറ്റ് കിടക്കുന്നത്, ഇന്നത്തെ പ്രോഫിറ്റ്. ഇതേപോലെ ചെറിയ പ്രോഫിറ്റേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ട്രേഡിങ് സെറ്റപ്പ്. അപ്പോൾ ഇതേപോലെ
ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ വഴികളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.